بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ സൂറത്ത് ആരംഭിക്കുന്നത് 3 ഹിജായിയായ അക്ഷരങ്ങളെ കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. ഇവിടെ സീനിനും മീമിനുമാണ് ലാസിമായ ദീർഘം നൽകേണ്ടത്. ലാസിമായ ദീർഘം എന്ന് വെച്ചാൽ ദീർഘാക്ഷരത്തിന് ശേഷം വഖഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക. ദീർഘാക്ഷരത്തിന് ശേഷം വസ്ലിലും വഖഫിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാകുമ്പോഴാണ് ലാസിമായ ദീർഘം നൽകേണ്ടതായി വരുന്നത്. ലാസിമായ ദീർഘം അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ 29 സൂറത്തുകളുടെ തുടക്കത്തിൽ നാം കാണുന്ന അൽ ഹുറൂഫുൽ മുഖത്തഅ, കേവല അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹയ്യുൻ തഹുർ, ഹ യാ ത്വാ ഹാ റാ, ഈ പദം നമ്മൾ അങ്ങനെ മനഃപ്പാഠമാക്കി വെക്കുക. ഹയ്യുൻ തഹൂർ. ഇതിൽ അലിഫും കൂടി ചേർത്തുകൊണ്ട് ചിലർ ഹയ്യുൻ താഹിർ എന്നും പറയും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. 2 രൂപത്തിലും പണ്ഡിതന്മാർ പറയാറുണ്ട്. ഈ അക്ഷരങ്ങളിൽ എന്താണ് തബീഇയായ ദീർഘം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ലാസിമായ ദീർഘം ഇല്ലെന്നർത്ഥം. അലിഫിൽ ദീർഘം തീരെ ഇല്ല, അലിഫ് എന്നാണ് അത് പറയുന്നത്. അവിടെ പിന്നെ ദീർഘത്തിന്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ പേരാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തിന്റെ തുടക്കത്തിൽ കാണുമ്പോൾ അത് ഉച്ചരിക്കേണ്ടത് അതിന്റെ ആ നാമങ്ങളാണ്. ഓരോ ഹർഫിനും നൽകപ്പെടുന്ന പേര്. അല്ലാതെ ഇങ്ങനെ എഴുതി കണ്ടാൽ തസം എന്നൊന്നും വായിച്ചാൽ മതിയാവുകയില്ല. മറിച്ച് ആ അക്ഷരത്തിന്റെ പേര് പൂർണ്ണമായും നാം പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ത്വാ സൂചിപ്പിക്കപ്പെട്ട ഹയ്യുൻ തഹുർ എന്നതിലെ തബീഇയായ ദീർഘം മാത്രം നൽകപ്പെടുന്ന 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കേണ്ട അക്ഷരങ്ങളിൽ ഒന്നാണ്. 5 അക്ഷരങ്ങളാണ് തബീഇയായ ദീർഘം മാത്രം നൽകപ്പെടുന്നത്. ഹ യാ ത്വാ ഹാ റാ, ഹയ്യുൻ തഹുർ. ഇവിടെ ത്വായിന് അധികം ദീർഘം വരില്ല. ത്വാ എന്ന് കൂടുതൽ നീട്ടരുത്, മറിച്ച് ത്വാ അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ സീനിന്റെ പേരാണ് സീൻ എന്ന്. സീൻ എന്ന് പറയുമ്പോൾ അതിൽ 3 അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണത്? സീൻ, പിന്നെ യാ, പിന്നെ നൂന്. അപ്പൊ ഇങ്ങനെ ഈ പേരുച്ചരിക്കുമ്പോ സീൻ എന്ന് പറയുമ്പോ അവിടെ ദീർഘാക്ഷരമായ യാഇന് ശേഷം സി എന്ന ദീർഘത്തിന് ശേഷം സ്ഥിരപ്പെട്ടതായ സാക്കിനത്തായ ഒരു നൂൻ അവിടെ ഉണ്ട്, സുക്കൂൻ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ ദീർഘം നൽകണം, ലാസിമായ ദീർഘം, 6 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം. ശേഷം മീം എന്ന അക്ഷരമാണ്. അതിലും 3 അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ്. 3 അക്ഷരങ്ങൾ കൂടി ചേർന്ന ഒരക്ഷരമാണത്. എന്ന് വെച്ചാൽ മീം യാ മീം. മീം അതിനെ ദീർഘിപ്പിക്കുവാനുള്ള യാ, ദീർഘാക്ഷരമായ യാ, ശേഷം സാക്കിനത്തായ മീം. അപ്പൊ ഇങ്ങനെ സീനും മീമും ചേർത്ത് പറയുമ്പോൾ അവിടെ സാക്കിനത്തായ നൂൻ, സീനിന്റെ അന്ത്യത്തിലുള്ള സാക്കിനത്തായ നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായി ഇദ്ഗാം ചെയ്ത് മണിക്കണം. അങ്ങനെ മണിക്കുമ്പോൾ ആ മീമിന് ശബ്ദ വരുന്നു. അങ്ങനെ വരുമ്പോൾ ദീർഘത്തിന് ശേഷം, ലാസിമായ ദീർഘത്തിന് ശേഷം ശബ്ദ ഉണ്ടെങ്കിൽ അവിടെ
മുസക്കലായ ദീർഘം എന്നുകൂടി പറയും. ഭാരമുള്ളത് എന്നാണ് അതിനർത്ഥം. അതല്ല, വെറും സുക്കൂൻ മാത്രമാണ് മീം എന്ന് പറയുന്നത് പോലെയുള്ള അന്ത്യത്തിൽ വെറും സുക്കൂൻ മാത്രമാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അവിടെ മുഖഫഫ് എന്നും പറയും. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായ നാമം നമുക്ക് പറയാം. സീനിന്റേത് ലാസിം മുസക്കൽ. ഇത് അക്ഷരമായതുകൊണ്ട് ഹർഫി എന്നും കൂടി പറയാം. അപ്പോൾ തോസീം മീം, ഇതിൽ രണ്ട് ലാസിമായ ഹർഫിയായ ദീർഘങ്ങൾ. ആദ്യത്തേത് മുസക്കൽ, രണ്ടാമത്തേത് മുഖഫഫ്. ലഘുവായത് മുഖഫഫ്, മുസക്കൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത് എന്നർത്ഥം, അല്ലെങ്കിൽ ഗുരുതരം. ലഘുതരത്തിന്റെ വിപരീതം ഗുരുതരം എന്ന് മലയാളത്തിൽ പറയും. ഇനി ഭാരമുള്ളത് എന്നോ എന്തർത്ഥം പറഞ്ഞാൽ ഒന്ന് മുസക്കലാണ്, മറ്റേത് മുഖഫഫാണ്. അപ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? തോസീം മീം, പൂർണ്ണമായ ഇഷ്ബാഅ് ചെയ്ത് 6 ഹറക്കത്തിന്റെ അളവിൽ അവിടെ സീനിനെയും മീമിനെയും ദീർഘിപ്പിക്കണം. സീനിന് ശേഷം ശബ്ദ നൽകപ്പെട്ട മുശദ്ദദത്തായ ഹർഫുള്ളത് കൊണ്ട് മുസക്കൽ ലാസിം മുസക്കൽ ഹർഫി. മീമിന് ശേഷം സാക്കിനത്തായ നൂന് മീമ് മാത്രമാണ്, സുക്കൂൻ മാത്രമാണ് എന്ന കാരണത്താൽ മുഖഫഫ് ഹർഫി. അപ്പോൾ അൽ മദ്ദുൽ ലാസിമുൽ മുസക്കലുൽ ഹർഫി, രണ്ടാമത്തേത് അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫുൽ ഹർഫി. താഇൽ ദീർഘം തബീഇ മാത്രം. അടുത്ത വചനം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഇതിൽ പ്രത്യേകിച്ച് അഹ്കാമുകൾ നൂൻ സാക്കിന മീം സാക്കിന ഒന്നും വരുന്നില്ല, ദീർഘവും വരുന്നില്ല. എല്ലാം തബീഇയായ ദീർഘങ്ങളാണ്. അന്ത്യത്തിൽ ആരിദായ ദീർഘം വരുന്നു, അത് സ്വാഭാവികം. എന്നാൽ എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. തർക്കീഖ് ചെയ്തുകൊണ്ട് മാത്രമാണ്. തിൽക ആയാതു, മറിച്ച് തിൽക ആയാതു എന്ന് പറയരുത്. മറിച്ച് തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. എല്ലാ ദീർഘവും തബീഇയായത് മാത്രം, 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമുള്ള ദീർഘമാണ്. അൽ മുബീൻ, അവിടെ ആരിദായ ദീർഘം ഉണ്ടാവുക സ്വാഭാവികമാണ് വഖഫിനു വേണ്ടി. നത്ലു അലൈക മിൻ നബഇ മൂസ. നത്ലു, താഇന്റെ ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. നത്ലു അലൈക, അലൈക ഐന് അതിന്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അലൈക മിൻ നബഇ, സാക്കിനത്തായ നൂൻ ശേഷം നൂൻ. ഇവിടെ ഇദ്ഗാം കാമിൽ മഅൽ ഗുന്ന, ഇദ്ഗാം ബി ഗുന്നയുടെ പൂർണ്ണമായ രൂപമാണ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മിൻ നബഇ മൂസ വഫിർഔന. റാഇ സാക്കിനത്താണ്, തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ടതായ കസ്റ ഉള്ളതുകൊണ്ട് റാഇനെ തർക്കീഖ് ചെയ്യണം. വഫിർഔന ബിൽ ഹഖ്. ഖാഫ് തഫ്ഖീമിന്റെ ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരം. കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് അതിന് നൽകുക. ബിൽ ഹഖ് ലിഖൗമിൻ യുഅ്മിനൂൻ. ലിഖൗമിൻ, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. തൻവീനിനെ ശേഷമുള്ള യായിൽ പൂർണ്ണമായും ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബി ഗുന്ന. ലിഖൗമിൻ യുഅ്മിനൂൻ. യുഅ്മിനൂൻ ഹംസ ശിദ്ദത്തിന്റെ അക്ഷരമാണെന്നത് മറക്കരുത്. യുഅ്മിനൂൻ എന്നായി പോകണ്ട, യുഅ്മിനൂൻ. ഇന്ന ഫിർഔന. ഇന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വീണ്ടും ആവർത്തിക്കുകയാണ്. ഫിർഔൻ എന്ന പദം റാഇന് സുക്കൂൻ, തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റ. തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുകൊണ്ടാണ് റാഇനെ ഉച്ചരിക്കേണ്ടത്. ഇന്ന ഫിർഔന. അല ആവർത്തിച്ച ഐനുകൾ വരുന്നു. തൊണ്ടയുടെ മധ്യമാണ് ഐനിന്റെ മഖ്റജ്, തവസ്സുത്തിന്റെ ഹർഫാണ്. ഫിർഔന അലാ
على في الأرض أرض റായിനും ضادനും തഫ്ഖീമാണ്. ضاد മക്സൂറത്ത് ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. റാ സാക്കിനത്താണ്, തൊട്ട് മുമ്പിൽ ഫത്ഹയുണ്ട്. ഫിൽ അർദി വജഅല അഹ്ലഹ ജീമ് ഐന് ലാം എല്ലാം ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. ശേഷം അഹ്ലഹ എല്ലാ അക്ഷരങ്ങളും തന്നെ. ഇപ്പൊ തഫ്ഖീമിന്റെ നാം പ്രത്യേകം സൂചിപ്പിക്കുന്നു, അതല്ലാത്തതൊക്കെ തർക്കിക്ക് ചെയ്യുക. അഹ്ലഹ ഹൽക്കിന്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അഹ്ലഹ എന്ന് ഹ പോലെ ഒന്നും ആവരുത്. അഹ്ലഹ ഷിയഅ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിയഅ ഷിയഅത്തുൻ എന്നതിന്റെ ബഹുവചന രൂപമായ ഷിയഅ, അവിടെ ഷിയഅ എന്നായി പറഞ്ഞത്. ഷിയഅ എന്ന് യാന് സുക്കൂന് വരരുത്. ഷിയഅ ഷിയഅൻ യസ്തദ്ഇഫു ഷിയഅൻ യസ്തദ്ഇഫു തൻവീൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഷിയഅൻ യസ്തദ്ഇഫു ضادന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. യസ്തദ്ഇഫു ത്വായിഫ ഇവിടെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ് അലിഫിന് കൊടുക്കേണ്ടത്. തോ എന്ന അലിഫിന് ആ അലിഫിൽ തഫ്ഖീം നിലനിൽക്കുകയും വേണം. ത്വാഇ മുത്ബഖായ മുസ്താലിയായ അക്ഷരമാണ്. അപ്പോൾ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ത്വാഇഫത്തുൻ എന്നാണ് അതിന്റെ ഉച്ചാരണ രൂപം. അലിഫിലും തഫ്ഖീം നിലനിൽക്കണം. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. ത്വാഇഫതൻ മിൻഹും തൻവീൻ ശേഷം മീം പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ത്വാഇഫതൻ മിൻഹും സാക്കിനത്തായ നൂൻ ശേഷം ഹാ ഇൽഹാർ ഹൽക്കി നൽകി നൂനിനെ മണിക്കാതെ വെളിവാക്കുക. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു മിൻഹും യുദബ്ബിഹു അല്പം പോലും മണിച്ചു പോകരുത്. നൂനിനെയും മീമിനെയും ഒന്ന് ഇൽഹാർ ഹൽക്കി മറ്റേത് ഇൽഹാർ ഷഫവി. യുദബ്ബിഹു ദാല് വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. യുദബ്ബിഹു തൊണ്ടയുടെ മധ്യമാണ്, ശ്രദ്ധിച്ച് ഹൽക്കിയായ ഹർഫാണ്, സൂക്ഷിച്ച് ഉച്ചരിക്കുക. യുദബ്ബിഹു അബ്നാഅഹും ബായിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അബ്നാഅഹും ഇവിടെ അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. എന്നാൽ ദീർഘത്തിൽ തർക്കീഖാണ് നൽകേണ്ടത്. കാരണം ഇസ്തിഫാലിന്റെ ഹർഫിനെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതിനാൽ. ഇവിടെയും സാക്കിനത്തായ മീം ശേഷം വാവ് വരുന്നു. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ വേണം. കാരണം വാവ് ഷഫവിയായ അക്ഷരമാണ്. മീം അവ്യക്തമാവാൻ സാധ്യതയാണ്. അബ്നാഅഹും വയസ്തഹ്യി അവിടെ ശ്രദ്ധിക്കുക. ഹാ ശേഷം യാ സാക്കിനത്തായ ഹാ ശേഷം യാ അത് വയസ്തഹി ഹി ഹി എന്നായി പോരുത്. ഹായിന്റെ സുക്കൂൻ കസ്റ ആയി പോരുത് എന്നർത്ഥം. ഹായിന്റെ സുക്കൂൻ കസ്റ പോലെ ഒരു ശബ്ദമായി മാറുന്നത് സൂക്ഷിക്കണം. അപ്പൊ എങ്ങനെയാ? വയസ്തഹ്യി രണ്ടും മഹ്മൂസായ അക്ഷരങ്ങളാണ്. സീന് ഹാ വയസ്തഹ്യി. അപ്പോ വയസ്തഹ് എന്ന് വ്യക്തമായി സുക്കൂൻ ഉച്ചരിക്കുക. ശേഷം യാ കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് കസ്റ നൽകി ഉച്ചരിക്കുക. വയസ്തഹ്യി നിസാഅഹും ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. അപ്പോൾ ഈ വചനത്തിൽ 3 മുത്തസിലായ ദീർഘങ്ങൾ ത്വായിഫ, അബ്നാഅഹും, നിസാഅഹും 4-5 ഹറക്കത്തിന്റെ അളവിൽ ഇവയെ ദീർഘിപ്പിക്കുക. ഇന്നഹു മുത്തസിൽ എന്നാൽ ചേർന്നു വന്നത് ദീർഘാക്ഷരമായ അലിഫോ വാവോ യാവോ അതിനുശേഷം തൊട്ടു പിന്നിലായി ഒരേ പദത്തിൽ ഹംസ വരുമ്പോഴാണ് മുത്തസിലായ ദീർഘമുണ്ടാകുന്നത്. ഇന്നഹു നൂൻ മുശദ്ദദ മണിക്കണം.
ഹായിന് മദ്ദുസ്സിലത്തി സുഗ്റ നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമുള്ള തബീഇയ ദീർഘം കൊടുക്കുക. ഇന്നഹു കാന, കാന മുസ്തഫില അക്ഷരമാണ് കാഫ്. കാന അലിഫിലും തർക്കീഖ് നൽകുക. കാന മിനൽ മുഫ്സിദീൻ, മിനൽ മുഫ്സിദീൻ. മുഫ് എന്ന ഫായിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. താഴെ ചുണ്ടിന്റെ മധ്യവും മേലെ മുൻപല്ലുമാണ് ഫായിന്റെ മഖ്റജ്. മുഫ്സിദീൻ. ഇതുവരെയായി തുടക്കം മുതൽ നാം പരിശോധിച്ചാൽ എണ്ണപ്പെട്ട തഫ്ഖീമിന്റെ ഹർഫുകൾ ഒഴിച്ച് തുടങ്ങുന്നത് തന്നെ തഫ്ഖീം ചെയ്യേണ്ട തോ കൊണ്ടാണ്. തോ, സീം. തോ എന്ന് പറയുമ്പോൾ അതിനും തഫ്ഖീം, അതിന്റെ അലിഫിനും തഫ്ഖീം നിലനിൽക്കുന്നു. അത് മുതൽ തഫ്ഖീമിന്റെ എണ്ണപ്പെട്ട ഹർഫുകൾ ഒഴിച്ച് എല്ലാറ്റിനും തർക്കീഖാണ്. വളരെ സൂക്ഷിച്ച് ഭംഗിയായി ഓതുവാൻ പരിശീലിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين.